സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രണ്ടാം ദിവസമായ ഇന്ന് ജനകീയ ഇനങ്ങളാണ് വേദിയിലെത്തുന്നത്. മോഹിനിയാട്ടം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, നാടകം, ഒപ്പന തുടങ്ങിയവ ഇന്ന് വേദിയെ കീഴടക്കും. 215 പോയിന്റുമായി കണ്ണൂരാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. തൃശൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമതുമാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഇന്ന് കാണികളേറെ എത്താറുള്ള മത്സര ഇനങ്ങളാണ്. ഇന്ന് അരങ്ങിലേക്ക് എത്താൻ പോകുന്ന തിരുവാതിരക്കളി ആയിക്കോട്ടെ, നാടോടി നൃത്തമായിക്കോട്ടെ, ഒപ്പനയായിക്കോട്ടെ, അതിനൊക്കെ സാധാരണ നമ്മൾ നിറഞ്ഞ ഒരുപാട് കാണികൾ ഇത് കാണാനെത്തുന്നതായി നമ്മൾ കാണാറുണ്ട്. ഇന്നത്തെ ഇനങ്ങൾ ഏതൊക്കെയാണ്? പോയിന്റ് നില ഏറ്റവും ഒടുവിലായി പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് സജു? റിജിത്ത്, ആദ്യ ദിനം, അതായത് കലോത്സവത്തിന്റെ ആദ്യ ദിനം അതിഗംഭീരമായി പര്യവസാനിച്ചു. രണ്ടാം ദിനം ജനകീയ ഇനങ്ങൾ വേദിയിലെത്തുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഒപ്പന, നാടകം, ചാക്യാർകൂത്ത്, ഓട്ടം തുള്ളൽ അങ്ങനെയുള്ള നിരവധി ഇനങ്ങൾ, നൃത്ത ഇനങ്ങളടക്കം വിവിധ വേദികളിലായി സജീവമായി കൂടുതൽ കാണികളുടെ ശ്രദ്ധ, എല്ലാ കലോത്സവത്തിൻ്റെയും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സര ഇനങ്ങളുണ്ട്. ഒപ്പം പോയിന്റ് പട്ടികയും വളരെ രസകരമാണ്. ഫോട്ടോ ഫിനിഷൊക്കെ നിന്നൊക്കെ തോന്നിപ്പിക്കും വിധം എല്ലാ ജില്ലകളും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. കണ്ണൂരാണ് മുന്നിൽ. പക്ഷേ അപ്പോഴും കണ്ണൂർ, തൃശൂർ, കോഴിക്കോട് എന്നിങ്ങനെയാണ് പോയിന്റ് നിലയിലെ പട്ടിക. പക്ഷേ അവർ തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം എന്നത് വളരെ നേരത്തതാണ്. ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം ജനകീയ ഇനങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നു എന്നതടക്കമുണ്ട്. എന്നോടൊപ്പം നമ്മുടെ സലീം മാലിക് കൂടി ചേരുകയാണ്. സലീമേ, ഒന്ന് ഇന്നത്തെ ജനകീയ ഇനങ്ങളുടെ പ്രത്യേകത, മറ്റൊന്ന് ഈ പോയിന്റ് പട്ടികയിലെ വളരെ ശ്രദ്ധേയമായ സവിശേഷത, കാരണം ചെറിയ നേരിയ വ്യത്യാസത്തിൻ്റെത്. അതെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഒപ്പന തന്നെയാണ്. അത് ഏതൊരു കലോത്സവത്തിലാണെങ്കിലും ഏറ്റവും ഗ്ലാമർ ഇനം ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഒപ്പനയും രണ്ട് സംഘനൃത്തമാണ്. അതിലെ ഒപ്പനയാണ് ഇന്ന് പ്രധാന രീതിയിൽ അല്പസമയത്തിനകം 9:30 ആരംഭിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ചാക്യാർകൂത്ത് ഉൾപ്പെടെയുള്ള രസകരമായ പല മത്സര ഇനങ്ങളും ഇത്തവണ ഉണ്ട്. മാത്രമല്ല, ഈ പോയിന്റ് ടേബിളിലൊരു കൗതുകം എന്ന് പറഞ്ഞാൽ കടുത്ത മത്സരം. ഇന്നലെ തന്നെ നമ്മൾ ഈ പോയിന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെ മാറി മാറി മറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് കണ്ണൂർ, രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ, മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് ആണെങ്കിൽ പോലും ഈ 215 പോയിന്റ് കണ്ണൂരിന്, 214 തൃശ്ശൂർ, 213 കോഴിക്കോട്. അതായത് ഒരു ഗ്രേഡ് വ്യത്യാസം വന്നാൽ ഈ പോയിന്റ് പട്ടികയൊക്കെ മാറി വരും. 2 ഗ്രേഡ് വന്നാൽ പോലും ഈ വ്യത്യാസം വരും. മാത്രമല്ല, ഈ 3 ടീമുകൾ മാത്രമല്ല മത്സരം, നമ്മൾ അങ്ങനെ കാണുകയും ചെയ്തത് 8ാം സ്ഥാനത്തുള്ള ടീമിനും 207 പോയിന്റ് ഉണ്ട്. അതായത് ഈ 3ാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ 6 പോയിന്റ് വ്യത്യാസം. 2 എ ഗ്രേഡ് വന്നാൽ മാറാവുന്ന നിലയിലാണ് ഈ പോയിന്റ് പട്ടിക. എന്തായാലും കടുത്ത മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ആവേശവും ഇവിടെ ഉണ്ട് സജോ. അതാണ്, അതായത് സലീം ശരിയായി സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ജനകീയ ഇനങ്ങൾ എത്തുന്നു. ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ മത്സര ഇനങ്ങളുണ്ട് എന്നത് സവിശേഷതയാണ്. സംസ്കൃതോത്സവം, അറബിക് ഉത്സവത്തിൻ്റെ ഒക്കെ ഭാഗമായുള്ള മറ്റ് ഇനങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ധാരാളം ജനകീയ ഇനങ്ങളും കൂടുതൽ മത്സര ഇനങ്ങളും ഇന്നുണ്ട് എന്നതുകൂടിയാണ്. അതായത് ഇന്നലത്തേക്കാൾ കൂടുതൽ ഇനങ്ങൾ കൂടിയും ഇന്നുണ്ട്. അത്രയധികം മത്സരാർത്ഥികൾ കൂടിയും കൂടുതലായി എത്തുന്നുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലായിടത്തും ആ നിലയ്ക്കുണ്ട്. നേരത്തെയും കഴിഞ്ഞ ദിവസം ഇന്നൊരു അവധി ദിനമായതുകൊണ്ട് കൂടുതൽ കാണികളുടെ സാന്നിധ്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. നഗരത്തിൽ ധാരാളം പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാണികളുടെ സാന്നിധ്യത്തിൽ സ്വാഭാവികമായും തുടക്കത്തിൽ കുറവുണ്ടായിരുന്നു. ഇന്നൊരല്പം ഇന്നലെ രാത്രിയോടുകൂടി നേരത്തെ മത്സരങ്ങളൊക്കെ തീരാനും കുറേയധികം താമസിച്ചു. ചില മത്സരങ്ങളൊക്കെ അർദ്ധരാത്രി വരെ നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിരുന്നു. പക്ഷേ അത് മാറുന്നു. ആ കാലാവസ്ഥയൊക്കെ മാറുന്ന ഒരു മഴ ലഭ്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യം, ആ പ്രതിസന്ധി യഥാർത്ഥത്തിൽ മാറുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജനകീയ ഇനങ്ങൾ, പ്രത്യേകിച്ച് നാടകത്തിൻ്റെയൊക്കെ നിലവാരം, കലോത്സവ നാടകങ്ങളുടെ നിലവാരം വലിയ തോതിൽ ഉയർന്നു എന്ന് കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ വിലയിരുത്തപ്പെട്ടതാണ്. ഒപ്പം ജില്ലാ കലോത്സവങ്ങളിൽ നിന്നും വളരെ മികവുള്ള നാടക മത്സരങ്ങളൊപ്പം ഇനങ്ങളൊക്കെ ഏറ്റവും മികവോടുകൂടി തന്നെ വരുന്നു. അങ്ങനെ പ്രതിഭാദാരിദ്ര്യമില്ല കൗമാര കേരളത്തിന് എന്ന് തെളിയിക്കും വിധമാണ് എല്ലാ വേദികളിലും. അങ്ങനെ വലിയ കാര്യമായ പരാതികളൊന്നുമില്ലാതെ തന്നെ ആദ്യ ദിനം പൂർത്തിയായി. മത്സര ഇനങ്ങൾ പരിശോധിച്ചാലും മികവുള്ള മത്സരാർത്ഥികൾ, കാര്യമായി ടീമുകൾ എത്തുന്നു. അവർ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. അങ്ങനെ മികച്ച നിലവാരത്തിലുള്ള കൗമാര കേരളത്തിൻ്റെ പ്രകടനം നമുക്ക് ഈ വേദികളിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതാണ് എ ഗ്രേഡുകളൊക്കെ നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത്. അതായത് മികച്ച പ്രകടനങ്ങൾ എല്ലാ ഇനങ്ങളിലും വർദ്ധിക്കുന്നു, കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ ജില്ലകളെല്ലാം ഏറ്റവും അവസാനം കിടക്കുന്ന ടീം 14ാം സ്ഥാനത്തുള്ള 167 പോയിന്റാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്കൂളുകളും മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കുന്നത് മാറി മറിയാം കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ. ഏതായാലും നാടകവേദി, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന MD നിള, അത് സെൻട്രൽ സ്റ്റേഡിയമാണ്. ഇവിടെയാണ് നാടക മത്സരം 9. ഇവിടെ ഒപ്പന നടക്കും. ടാഗോർ തിയേറ്ററിൽ നാടകം. എങ്ങനെയാണ് ഒപ്പന ജനകീയനം ഇവിടെ നടക്കും. സലീം മാലിക്കും കലോത്സവ നഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, പോയിന്റ് നിലയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. തൃശ്ശൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമതുമാണ്. 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഈ പോയിന്റ് ടേബിളിൽ ആദ്യ 3 ജില്ലകൾ തമ്മിൽ കാണാൻ കഴിയുന്നത്.